ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. ചതിക്കാനെത്തുന്നവരുടെ വാക്കുകൾ എന്നും മധുരമുള്ളതായിരിക്കും. ചിലപ്പോ എത്ര പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മൾ വീണു പോകും. കിട്ടിയ ജന്മം അത്രേ ഉള്ളൂ. സദാനന്ദനും കുടുംബം கடவுளே, அந்த கொலைகாரனை வெறுതെ விடாதுங்க. அவனுக்கு சரியாய தண்டனை கொடுங்க. ഈ ശിക്ഷ കഴിഞ്ഞ് നീ ഒന്ന് പുറത്തിറങ്ങ. എന്തിനാ ഞാൻ കാത്തിരിക്കുന്നറിയോ നിനക്ക്? എന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് തിരിച്ചറിയാൻ ഞാനൊരല്പം താമസിച്ചു പോയി. അല്ലെങ്കിൽ എന്റെ മുന്നിൽ നീ വേഷം കെട്ടി നടന്നിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് നിന്റെ കഴുത്തിൽ ഞാൻ തുളച്ചു കയറ്റിയേനെ. കോടതി മുറിയിൽ പലതും പറഞ്ഞിട്ടും എന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് ഞാൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? ആ കണക്ക് എനിക്ക് മാത്രം തീർക്കാനുള്ളതാ. ഇനി നീ എന്റെ മുന്നിൽ വന്ന് എന്ത് വേഷം കെട്ടിയാലും അതൊക്കെ എനിക്ക് നിസ്സാരാടാ. കേട്ടല്ലോ? ഇത്രയും നാള് മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാ. ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാ, സദാനന്ദന്റെ മകൾ നിത്യ. നിത്യ, എങ്ങനെയാ തന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്തു പറഞ്ഞാലും ഈ ഒരു നഷ്ടത്തിന് പകരമാവില്ല. ഇതുവരെ അച്ഛന്റെ മരണം തന്നെയായിരുന്നു ഹരി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. പക്ഷെ എന്റെ അച്ഛന്റെ ശ്വാസം വേറൊരാളെ എടുത്തതാണെന്നറിഞ്ഞപ്പോ അതൊരായിരം ഇരട്ടി കൂടി. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചിരുന്നു. അന്ന് രാത്രി ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടാവും. അവസാന പിടച്ചില് എന്നെ ഓർത്തിട്ടുണ്ടാവും. നിത്യ, ചില നഷ്ടങ്ങളെ മറവി കൊണ്ട് നമ്മൾ തോൽപ്പിച്ചേ പറ്റൂ. ഇത് മറക്കാനാവോ?
ഹരി, ഇപ്പൊ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ശിക്ഷയൊന്നും കിട്ടാതെ അയാൾ പുറത്തിറങ്ങണം. പെട്ടെന്നൊരാവേശത്തിന് ഞാൻ കോടതി പോയെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. ഞാനിതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കരുതി അയാൾ എന്റെ മുന്നിൽ വരണമായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് കണക്ക് ചോദിക്കായിരുന്നു. എന്റെ അച്ഛനെ വേദനിപ്പിച്ചതുപോലെ എനിക്ക് അവന്റെ നെഞ്ചി കുത്തി പറിക്കാമായിരുന്നു. എന്നെങ്കിലും എനിക്ക് അതിനവസരം കിട്ടും. അങ്ങനെ ഒന്നും സംഭവിച്ച സദാനന്ദന്റെ മോള് കണക്ക് തീർത്തിരിക്കും. അയാളുടെ വാക്ക് കേട്ട ഹരിയോട് പോലും ഞാൻ അകന്നത്. അച്ഛനെ കൊന്നവനോട് മോള് കാണിച്ചു കൂറ്. താനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. ചതിക്കാനെത്തുന്നവരുടെ വാക്കുകൾ എന്നും മധുരമുള്ളതായിരിക്കും. ചിലപ്പോ എത്ര പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മൾ വീണു പോകും. ഹരി പൊക്കോളൂ. അല്ല, താനിവിടെ തനിച്ച്. എനിക്ക് കുറച്ചു നേരം തനിച്ച് നിൽക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇതൊക്കെ ഒന്ന് ആറി തണുക്കണം. ഹരി പൊയ്ക്കോ. കുറച്ചു നേരം എന്നെ എനിക്ക് വിട്ടതാ.